Hello, Assalamu alaikum. Welcome back to my channel. Hope you all are doing great. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പിടിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബറാത്തിനൊക്കെ ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ പായസമാണ്. ഈ ഒരു പായസം പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഒരു പായസത്തിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഒരു 1.5 മണിക്കൂറെങ്കിലും മാക്സിമം അതിന് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. പിന്നീട് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്, തേങ്ങൻ്റെ പാല്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുണ്ട്. തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പാലെടുത്ത് വെക്കാം. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് 2-ാം പാലിലാണ്. പിന്നീട് ലാസ്റ്റായിട്ടാണ് 1-ാം പാൽ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പരിപ്പാണ്. അത് ഒരു 10-15 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ഏകദേശം അതായിട്ടുണ്ട്. അതിനി ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി ഇട്ടിട്ട് ഇതിനൊരു ഡോ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഒറോട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡോ രൂപത്തിലാക്കി വെക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഇതിന് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഡോ രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഓയിലിട്ടിട്ട് അതിനെ ബോൾ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇനിതാ ഞാനതിനെ പിടി പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. പിന്നെ ആ ഇലയിലും ഓയിൽ തടവാം. എന്നിട്ട് ഇതുപോലെ ഞാൻ ചെറിയ പിടികളാണ് ആക്കുന്നത്. അതാണ് ഈ പായസത്തിൻ്റെ രസം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിലുള്ള ഷേപ്സിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം വലുതല്ലാത്ത ചെറിയ രീതിയിലുള്ള പിടികൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനൊരു സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കടലപ്പരിപ്പിനെ കുക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്രഷർ മാത്രം മതി. ആദ്യം തന്നെ നമ്മളതിനെ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 പ്രഷറിൽ വെച്ച് കൊടുക്കാം. ഇനി പായസത്തിൻ്റെ പ്രിപ്പറേഷൻ പ്രോസസ്സിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ 1 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ സ്റ്റിർ ചെയ്യുക. ഇത് കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ട് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പിടികൾ ഇട്ട് കൊടുക്കുക. ഒന്ന് കൈനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ സ്റ്റീം ചെയ്യേണ്ട കണക്കെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റോളം സ്റ്റീം ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ആ മാവ് കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലിട്ടിട്ട് അതിനൊരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോയിലാവുന്ന തേങ്ങാപ്പാലിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിലായി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതാ നേരത്തെ അരിൻ്റെ മാവ് ഞാനൊന്ന് ലൂസാക്കി എടുത്തല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അധികം ഇതിനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ ചൂടൊക്കെ പോയ സമയത്ത് അതൊന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പായസം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പല നാട്ടിലും പല രീതിയിലാണ് ഈ ഒരു പായസം അറിയപ്പെടുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.